ഹലോ ഗൈസ്, എസ്.എൻ പെർഫ്യൂംസിന്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയാണോ? പിന്നെ ഇന്നത്തെ അവസ്ഥ, ഇന്ന് ഞാൻ നല്ലൊരു മീൻകറിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, നല്ല കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നല്ലൊരു മഴ ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്തെ കാഴ്ചകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടോ, നല്ല മഴ ലക്ഷണം കാണുന്നുണ്ട്. ഇപ്പം പെയ്യും, നല്ലൊരു മഴ ഇപ്പം പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പെയ്യട്ടെ, ഒരുപാട് ചൂടെടുത്ത് തോന്നിയല്ല, അപ്പം നല്ലൊരു മഴ തന്നെ കിട്ടട്ടെ. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ലൊരു മീൻ കറിയാണ് ഇന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ. അപ്പോൾ കുറച്ച് കൊറിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന്. ഇത് വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇതൊരു കമ്പനി എനിക്ക് അയച്ചതാണ് കേട്ടോ. സാധനം ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണ്, ഓർഡർ തന്നെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ്. അങ്ങനെ ഒരുപാട് കമ്പനീസ് നമുക്ക് സാധനങ്ങൾ അയക്കും, അതൊരു ഉപകാരം തന്നെയാണ്. നമുക്ക് യൂസ് ചെയ്യാം, ഇഷ്ടപ്പെടുകയാണ്, നമുക്ക് ഓർഡറും കൊടുക്കുക ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ വേറൊരു കൊറിയറും കൂടി വന്നിട്ടുണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് വന്നൊരു കൊറിയറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി വെളിച്ചെണ്ണയുണ്ട്, ഇതാണ് ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ അതുപോലെ തന്നെ സംഭാരം വാങ്ങിച്ചിട്ടുണ്ട്, അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നല്ല നാടൻ ചീര, ഇത് കണ്ടത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാണ്. നല്ല നാടൻ കണ്ടത്തിൽ നിന്ന് വാങ്ങിച്ചൊരു ചീരയാണ്. അപ്പോൾ ചീരയൊക്കെ കഴിക്കണം, അതാണ് ആരോഗ്യത്തിന് നല്ലൊരു ബലം കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും ഉള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇതാണ് നമ്മൾ കൊയ്യാള മീൻ, നിങ്ങൾ കാണുന്നുണ്ടോ? തിരുവനന്തപുരം നമ്മുടെ നാട്ടിൽ മീനുണ്ടോ എന്ന് അറിയാം. ഇത് കൊയ്യാള എന്നതിൻ്റെ പേര്, വേറെ എന്തെങ്കിലും നമ്മുടെ കണ്ണൂർ ഭാഗത്ത് പേരുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ ഇത് പറയുന്നത് കൊയ്യാള മീൻ എന്നാണ് പറയുന്നത്. വലിയ കൊയ്യാള, ചെറിയ കൊയ്യാള, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൈസൊക്കെ വരുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോഴത്തെ നാസ്തയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴവും മുട്ടയാണ് രാവിലത്തെ ഇപ്പോഴത്തെ നാസ്ത കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഊർജ്ജവും അതിൽ തന്നെ കിട്ടും, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ നല്ല ഊർജ്ജവും കിട്ടും. രാവിലെ തന്നെ പഴം വെച്ചതും മുട്ടയൊക്കെയാണ് കഴിക്കുന്നത്. ഒരു ചേഞ്ച് വരുത്താന്ന് വിചാരിച്ച കേസ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. നമ്മളൊരു വെറൈറ്റി തൊപ്പിയാണ് കേട്ടോ, ഇതിലോ എങ്ങനെയുണ്ട്? ഇത് ഞാൻ പൊങ്കാലൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. 150 രൂപയൊന്നുള്ളൂ, പക്ഷേ വെയിലൊന്നും അങ്ങനെ അധികം തട്ടൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിരിക്കുമ്പോൾ അധികം വെയിൽ തട്ടാതെ നമുക്ക് സുഖമായിട്ട് റോഡ് സൈഡ് കച്ചവടമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഇതിന് അടുത്ത പൊങ്കാലൊക്കെ എടുക്കുള്ളൂ. കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ അല്ല, ചൂടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഗൈസ്, വേറൊരു പണി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് കുറ്റി എന്ന് പറയുന്നത് 5 കിലോൻ്റെ കുറ്റിയാണ് ഗൈസ്. ഈ 5 കിലോൻ്റെ കുറ്റിക്ക് നിലവിൽ അന്നത്തെ വില 540 രൂപയായിരുന്നു. പക്ഷെ ഞാൻ ഉഴപ്പി ഗൈസ്. അതെൻ്റെ ഉഴപ്പൽ കൊണ്ടാണ്, എൻ്റെ എന്താ പറയുക, ആ സമയത്ത് എടുക്കാത്ത തീരുമാനം കൊണ്ടാണ് എനിക്ക് ഈ പണി കിട്ടിയത്. കാരണം എന്ന് പറഞ്ഞാൽ 5 കിലോൻ്റെ കുറ്റിക്ക് അന്ന് വില 540 രൂപ, 550 രൂപ. ഓക്കെ, ഞാനത് തീരുന്നതിന് പെട്രോൾ പമ്പ് പോയിട്ട് വാങ്ങിക്കും, ഇവിടെ വന്ന് കത്തിക്കും. നിലവിൽ ഇന്നത്തെ വില 5 കിലോൻ്റെ 883 രൂപ വിലയാണ്. സാധനം കിട്ടാനില്ല. പിന്നെ ഈ 15 കിലോ കുറ്റിക്ക്, ഗാർഹിക കുറ്റിക്ക് 950 രൂപയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 10 കിലോ കുറ്റി എനിക്ക് കൂടുതൽ കിട്ടുന്നുമില്ല. ഈ 5 കിലോ കുറ്റി 900 രൂപക്ക് വാങ്ങിക്കേണ്ട എൻ്റെ അവസ്ഥ. ആ കുറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഈ 2 കുറ്റി. നിലവിൽ ഇപ്പോൾ ഈ ഒരു കുറ്റി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കുറ്റി ഇവിടെ നിറച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പുതിയ വാങ്ങിച്ച കുറ്റി.